നോവൽ വായനയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ രാജേന്ദ്ര പ്രസാദ് രചിച്ച ഒറ്റമുലച്ചി എന്ന നോവലിൻ്റെ 21-ാമത്തെ അധ്യായം ഇപ്പോൾ കേൾക്കാം. നോവൽ ഒറ്റമുലച്ചി. രചന ശ്രീ രാജേന്ദ്ര പ്രസാദ്. അധ്യായം 21. കീഴ്ചുണ്ടിന് താഴെ കറുത്ത താടി ഒഴിയുകയായിരുന്നു ഡോക്ടർ. ചിരിക്കുമ്പോൾ വെളുത്തു തടിച്ച ശരീരം മുഴുവൻ കുലുങ്ങുന്നത് കാണാൻ നല്ല ചന്തം. ശിശു സഹജമായ ജിജ്ഞാസയോടെ മുരളി ഡോക്ടറെ നോക്കിയിരുന്നു. ശാന്തമായി നിർത്തി ഡോക്ടർ സംസാരിക്കുന്നു. വനജ, ഹീ ഈസ് റൈറ്റ്. ശരിയല്ലേ മുരളി? വനജ എവിടെ? മുരളിയുടെ കണ്ണുകളിൽ വനജയെ തേടി. കാണാഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കി. താൻ ഒറ്റയ്ക്കല്ല. ഡോക്ടർ പിന്നെയും എന്തൊക്കെയോ പറയുന്നു. എല്ലാം കണ്ടും കേട്ടും ഇരിക്കാനല്ലാതെ മുരളിക്ക് മറ്റൊന്നിനുമായില്ല. താൻ എന്തിനാണ് ഇവിടെ വന്നത്? തനിക്കെന്താണ് സംഭവിച്ചത്? മുടി പാറിപ്പറന്ന് മരവിച്ച കണ്ണുകളുമായി വനജ. ഇവൾക്കെന്തു പറ്റി? സ്വതേ വെളുത്ത മുഖം രക്തം വാർന്ന് വിളറിയിരിക്കുന്നു. എന്തു പറ്റി ഇവൾക്ക്? പടികൾ ഇറങ്ങുമ്പോൾ അവൾക്ക് പിറകെ ഇറങ്ങി. പാർട്ടി ഓഫീസിൽ നിന്നാണോ താൻ ഇറങ്ങുന്നത്? മുരളിക്ക് സംശയമായി. അവളോട് ചോദിച്ചാലോ? പക്ഷേ അവൾ വളരെ മുന്നിലാണ്. മുരളി നടത്തത്തിന് വേഗത കൂട്ടി. എന്നിട്ടും ഒപ്പമെത്താനായില്ല. ഇത്ര വേഗത്തിൽ എങ്ങോട്ടാണ് ഇവൾ നടക്കുന്നത്? അറിയില്ല. പൊള്ളുന്ന വെയിലാണെങ്ങും. ഈ വെയിലിൽ ഇനിയും എത്ര ദൂരം നടക്കണം? അവളൊന്നും മിണ്ടുന്നില്ല. അവൾക്കൊന്ന് ഉരിയാടിയാൽ എന്താ? ഉറക്കെ കരയാനാണ് തോന്നിയത്. അപ്പോഴേക്കും വനജ ഒരു കടയിലേക്ക് കയറി. പിറകെ മുരളിയും. മേശയ്ക്കരികിൽ വനജ ഇരുന്നു. മുരളിയോട് മുന്നിൽ വന്നിരിക്കാൻ അവൾ ആംഗ്യം കാണിച്ചു. മുരളി അനുസരിച്ചു. തലപ്പാവ് വച്ച വെയിറ്റർ താലത്തിൽ ചായയുമായി വന്നു. ഭവ്യതയോടെ അയാൾ കപ്പുകൾ താഴെ ഇറക്കി വച്ചു. അയാളുടെ ചെയ്തികൾ കണ്ട് മുരളി നോക്കിയിരുന്നു. ചായക്കോപ്പയിൽ നിന്ന് ആവി ഉയർന്ന് വട്ടം ചുറ്റി. പിന്നെ ഇല്ലാതെയായി. കറുത്ത ചില്ലുപാളികൾക്കപ്പുറം മുഷ്ടി ഉയർത്തി മുദ്രാവാക്യങ്ങൾ ഉയർത്തി കടന്നു പോകുന്ന ജാഥ. കാറ്റിൽ പാറുന്ന രക്തപതാകകൾ. പൊടുന്നനെ മാനം ഇരുണ്ടു. ചില്ലുപാളിക്കപ്പുറം മഴയിൽ കുതിർന്ന ജാഥ. ആ ജാഥ അങ്ങനെ നീങ്ങുകയാണ്. മഴയുടെ ആരവങ്ങൾക്കിടയിൽ മുദ്രാവാക്യങ്ങൾ ലയിച്ച് ഇല്ലാതെയായി. മഴയിൽ കുതിർന്ന രക്തപതാകകൾ അത് കെട്ടിയ കൊമ്പിൽ പറ്റിപ്പിടിച്ച് കിടന്നു. തണുത്ത് മരവിച്ച കൊച്ചുകുട്ടിയെപ്പോലെ. മുരളി! അവൻ തല ഉയർത്തി. അവൻ്റെ കണ്ണുകളിൽ നനവ് മെല്ലെ ഒലിച്ചിറങ്ങി. മുരളി! മേശപ്പുറത്ത് വച്ച് അവൻ്റെ കൈപ്പടങ്ങളിലെ തണുപ്പ് അവൾ അറിഞ്ഞു. കനത്ത മഴയിലും കൈപ്പടങ്ങൾ വിയർത്ത് നനഞ്ഞിരിക്കുന്നു. ചില്ലുപാളിക്കപ്പുറത്തെ മഴയെ നോക്കി മുരളിയിരുന്നു. ഒരു കുട്ടിയെപ്പോലെ. പുറത്തെ തണുപ്പ് വനജയിലൂടെ തന്നിലേക്ക് അരിച്ചു കയറുന്നത് അവൻ അറിഞ്ഞു. വനജ കയറുകയാണോ? കണ്ണീർച്ചാലുകൾ അവളുടെ കവിളിൽ പിന്നെയും ചിത്രം എഴുതിക്കൊണ്ടിരുന്നു. ശ്രീ രാജേന്ദ്ര പ്രസാദ് രചിച്ച ഒറ്റമുലച്ചി എന്ന നോവലിൻ്റെ 21-ാമത്തെ അധ്യായമാണ് ഇപ്പോൾ കേട്ടത്. നോവൽ ഒറ്റമുലച്ചി. അധ്യായം 21. രചന ശ്രീ രാജേന്ദ്ര പ്രസാദ്.